following signs on the road, pretending to know where to go. Now abandoned and breaking the mold, searching for hope out on our own. Don't know what comes next, haven't been there yet, but we feel the weight on our shoulders. It's a wild ride, only got one life, and we'll take on whatever it throws us. Always living on the run, never setting with the sun. Our hearts have broken and they've loved, but we're still young, and the best is yet to come. 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 Always living on the run, never setting with the sun. Our hearts have broken and they've loved, but we're still young, and the best is yet to come. Living a life to the full, chasing our dreams. അതിരങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആഹാരം ഞങ്ങൾക്ക് തരണമേ, ശോഷിച്ചിരിക്കുന്നത് പോലെ ശോഷിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്നെ ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മൂലമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിനാകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും എൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതരായിരിക്കുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം പ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ അവിടെ എത്രയധികം അലങ്കരിക്കുകയില്ല. I've gone too many nights chasing the shadow of your silhouette, moving just to survive. All that I wanted was to start again, stumbling through the crowd, feet lifting off the ground, looking for you, washing my fear away, standing here face to face, nothing to lose. I won't look back now. I feel the love, I wanna get to know you. I feel the love, let the past burn into the sun. I feel the love, I really wanna show you now. I feel the love, I wanna get to know you. I feel the love, let the past burn into the sun. Can't get enough, so much I wanna show you it's not over tonight. Stay in this moment, we can hide away, 'cause they're gonna turn on the lights. We're burning bright, no one never fade. Stumbling through the crowd, feet lifting off the ground, looking for you, washing my fear away, standing here face to face, nothing to lose. I won't look back now. I feel the love, I wanna get to know
രാജ്യം വരണമേ. തിരുവനന്തപുരത്തിലെ പല ഭൂമിയിലും ആണമേ. പറഞ്ഞാലുമേ സ്വസ്ഥീകർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ദുർഗമ്പരമായ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിൽ പോയി. അവിടെ അവർ ഏതാനും ദിവസം താമസിച്ചു. Windows down on my favorite street, sunset in the rear view, got nowhere to be. For a moment we feel like we're kings and queens in nothing but a t-shirt and ripped up jeans. We are free, can you feel it too? It's nights like these that only prove, and this is when the moments turn to memories, and this is when the future gets so clear to see, and this is when tonight becomes a masterpiece, and this is when the moments turn to memories, memories. Deep breath in and I come alive. It's a feeling I remember for the rest of my life. So I sit back and watch the sun paint us gold. For a moment we feel like we rule the world. We are free, can you feel it too? It's nights like these that only prove, and this is when the moments turn to memories, and this is when the future gets so clear to see, and this is when tonight becomes a masterpiece, and this is when the moments turn to memories, memories. Time is moving faster than ever. We gotta try to capture, remember it now. And time is moving faster than ever. We gotta try to capture, remember it now. Yeah. And this is when the moments turn to memories, and this is when the future gets so clear to see, and this is when the moments turn to memories, and this is when the future
വളരെ ബഹുമാനപ്പെട്ട ആനക്കല്ലിൽ CB അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛനാണ് ഈ ദേവാലയം ആദ്യം കണ്ടത്, എൻ്റെ അടിപ്പാവൽ കടന്നത് അച്ഛനാണ്. അച്ഛൻ വലിയൊരു പള്ളി പണിത്, ആലക്കോട് പള്ളി പണിതതിന് ശേഷം ഇരുട്ടിപ്പള്ളിയിലാണ് അച്ഛൻ സാന്നിധ്യം വളരെ വിലപ്പെട്ട നാളിലാണ് ക്രിസ്ത്യാനിയാക്കിയത് അച്ഛനാണ്. അച്ഛനെ നമ്മുടെ റൂബിൻ മാർട്ടിൻ മാപ്പിള അച്ഛൻ ഈ ഞായറാഴ്ച ചാർജ് ഈശ്വര സ്വഭാവം തന്നെയാണ് അച്ഛൻ ചാർജെടുക്കാൻ പോകുന്നത്. ഈ ഇടവയ്ക്ക് നമുക്ക് ഒരു വരദാനമായി കിട്ടിയ ഒരു അച്ഛനാണ്. പ്രിയപ്പെട്ട ഈ റിസർച്ച് അടുത്ത് നിൽപ്പുണ്ട്. വീട്ടുകാരനാണ്, വിട്ടുപോയതില്ല. അച്ഛനാണ് വലിയ ഗായകൻ, സംഗീതം പഠിച്ചു തൃശ്ശൂർ പഠിക്കുക. ഇന്നലെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇന്നാണ് ഇത് കണ്ടത്. പ്രിയപ്പെട്ട ഷാൻഡോ അച്ഛൻ മാനന്തവാടി ഊരിയുടെ എക്കോണമാണ്. അച്ഛൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു ഉദ്ഘാടനമാണ് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. വിവാഹ കർമ്മത്തിൽ അത് ആദ്യം അവസാനം പങ്കുചേരാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇടവക്കാരായതുകൊണ്ട് കുറിയില്ല, വണ്ടിക്കൂലി മുടക്കണ്ട, ആരും ആരോടൊന്നും പറയാനില്ല, പരാതി പറയാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് അത്താരിയിലേക്ക് എത്തണം. ബാക്കിയുള്ളതെല്ലാം അതിനു വേണ്ടിയില്ല. നിങ്ങൾ വിവാഹം കഴിക്കാനായി ഇതാ സ്വീകാര്യമായ സമയം. ഹെയ്റോസ് എന്ന് പറയും. എന്തെല്ലാം ആരെല്ലാം ഒരുക്കിയാലും ദൈവത്തിനൊരു സമയം, അതാണ് ഹെയ്റോസ്. സ്വീകാര്യമായ സമയമാണ്. ഈ സമയമാണ് അനുഗ്രഹിക്കുന്ന സമയം. നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു കുടുംബം ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ
രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. സമാധാനം നിങ്ങളോടുകൂടെ. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വീട്ടിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വേദി തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീട്ടില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിരക്കുമെന്ന് എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവരുടെ അമ്മ പരിശാലനോട് പറഞ്ഞു, അവ നിങ്ങളോട് പറയുന്നത് ചെയ്യുകയും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിൽ വെള്ളം നിറയ്ക്കുന്ന 6 ഗർഭതകൾ അവിടെ ഉണ്ടായിരുന്നു. അത് എവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞില്ല. അന്ന് വെള്ളം പോലെ പരിശാലന നടത്തിയിരുന്നു. അവർ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ഏറ്റവും വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞു. യേശുവിനെ മൗത്തപ്പെടുത്തി പ്രവർത്തിച്ച അടയാള ജ്ഞാനമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതം. അവരുടെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ഒത്തിരി സ്നേഹത്തോടെ നാം ഇന്ന് ഈ ദേവാലയത്തിലെ സന്തോഷത്തിന്റെ നിറവിലായിരിക്കുകയാണ്. പ്രിയപ്പെട്ട നവീനും ജസ്നയും തങ്ങളുടെ വിവാഹ ഉറപ്പ് നൽകിക്കൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണിപ്പോൾ. ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ഇവർക്ക് രണ്ടുപേർക്കും എല്ലാവരും ദൈവാനുഗ്രഹം നൽകിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിവിടെ വന്നപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു, ചെക്കൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ വീട്ടിൽ നിന്ന് വന്നത്? ഞാൻ പറഞ്ഞു, പുറമേ നോക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും വീട്ടിൽ നിന്നല്ല. ഞാൻ 2017-18 കാലഘട്ടത്തിൽ ജോലി മിസ് വർക്ക് ചെയ്ത നടുവിൽ സ്കൂളിൽ ഞാനും ഒരു അധ്യാപകനായി 1 വർഷം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് കണ്ട ഒരു പരിചയത്തിൽ പിന്നീട് ആ ഒരു വർഷക്കാലം മുഴുവൻ ടീച്ചറുടെയും ജേക്കബ് സാറിനെയും വീട്ടിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി തിരിഞ്ഞ ഒരു വർഷം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ആ ഒരു സന്തോഷത്തിൻ്റെയും ആ ഒരു അഭിമാനത്തിൻ്റെയും ആ ഒരു കൂട്ടുകെട്ടിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഞാനിന്ന് വിവാഹവേളയിൽ കൂടി ആയിരിക്കുക. ഒത്തിരി സ്നേഹത്തോടെ 2 കുടുംബത്തെയും ഓർക്കുകയാണ്. ജയ്സൺ ചേട്ടനെയും ഷൈനി ചേച്ചിയെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും കൂട്ടുകാരെയും സഹോദരങ്ങളെയും എല്ലാം ഓർക്കുകയാണ്. കാരണം ഇത്രത്തോളം നമ്മൾ സന്തോഷത്തോടെ ഈ ദേവാലയത്തിൽ ആയിരിക്കുകയാണ്. ഞാൻ പട്ടം സ്വീകരിച്ചത് 3ാമത്തെ വർഷമായിരുന്നു. 2 വർഷം പൂർത്തിയായിട്ടുള്ളൂ. ഒരു 8-10 കല്യാണങ്ങൾ എൻ്റെ കുടുംബത്തിലും മറ്റുമായി ഞാനിങ്ങനെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ഇവിടെ വന്നപ്പോൾ മുതൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന 2 പേർ ഇവിടെ ഒരു പക്ഷേ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ മുഖത്താണ് ചില ടെൻഷനൊക്കെ. നവീന്റെയും ജസ്നയുടെയും മുഖത്ത് യാതൊരു ടെൻഷനില്ല. ഇടയ്ക്ക് പരസ്പരം നോക്കി ചിരിക്കുന്നു. കയറി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഞാൻ കേട്ടു, ഇവിടെ വചനം വായിച്ച സമയത്ത്, ലേഖനം വായിച്ച സമയത്ത് ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങോട്ടും, ഭർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങോട്ടും ഒരു നോട്ടം ഇവർ നോക്കി. തീർച്ചയായിട്ടും ഇത്രത്തോളം സന്തോഷത്തോടെ ഈ ഒരു സുദിനത്തിലായിരിക്കുമ്പോൾ എന്താണ് ഈ വിവാഹ വേളയുടെ അർത്ഥമെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇവരുടെ 2 പേരുടെയും മുൻപിലിരിക്കുന്ന ഒരു കുഞ്ഞ് ടേബിളുണ്ട്. അതുപോലെ തന്നെ പേരിനെ കുറിച്ച് വെച്ച 2 മോതിരങ്ങളുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അണിയുന്ന 2 മോതിരങ്ങൾ. ഈ മോതിരത്തിനെ കുറിച്ചും മോതിരം അണിയുന്ന വിരലിനെ കുറിച്ചും കയ്യെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാം. കാരണം ഇപ്പോഴെല്ലാം ഗൂഗിളാണ് ഒരു കാര്യം. അപ്പൊ ഈ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ഒരു വാല് അല്ലെങ്കിൽ ഒരു നേരം ഈ മോതിര വിരലിലേക്ക് കടക്കുന്നു. ജസ്ന തന്റെ പേരെഴുതിയതും നവീൻ തന്റെ പേരെഴുതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അണിയിക്കുമ്പോൾ ഒരു പക്ഷേ പറയുന്നൊരു പ്രകാരമായ നിന്റെ ഹൃദയത്തിൽ ഞാൻ നിലനിൽക്കുന്നു. ഒരു കണ്ണിയായി ഞാൻ മാറുന്നുവെന്ന് നവീനും, നവീന്റെ ഹൃദയത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി ഞാൻ മാറുന്നുവെന്നും ജസ്ന പറയാതെ പറയുന്നതിന് ഈ ദേവാലയത്തിൽ ഇത്രയും സാക്ഷികളുടെ മുൻപാകെ വെച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത ഈ തീരുമാനത്തിലെല്ലാം തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. സമ്മതം ചോദിച്ചപ്പോൾ സമ്മതമല്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ രണ്ടുപേരെയും രണ്ട് മൂലയ്ക്ക് മാറ്റി നിർത്തിക്കൊണ്ട് വിശുദ്ധ ബലി അത് കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തത്. പൂർത്തീകരിച്ചു. നിങ്ങൾ വളരെ ഹാപ്പിയാണ്, നിങ്ങൾക്ക് യാതൊരു ടെൻഷനില്ല. എങ്കിൽ കൂടി ഒരു ചോദ്യം ചോദിക്കാം. നവീൻ ചേട്ടായിക്ക്, പക്ഷെ ചേട്ടായാണോ എനിക്കറിയില്ല, നവീൻ ചേട്ടായിക്ക് ചായ ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടം. ജസ്റ്റിൻ ചേച്ചി പറയണ്ട, നവീൻ ചായ. ജസ്റ്റിന് ചായ, പാൽ ചായയോ കട്ടൻ ചായ? പാൽ ചായ. മധുരമുള്ളതോ മധുരമില്ലാതെ? മധുരമുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഇതെന്താ എല്ലാവരും ഒരേപോലെ നിൽക്കുന്നത്? നിങ്ങൾ സമ്മതം പറയുന്നതെന്ന് പേരിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരേപോലെ നിൽക്കണമെന്നില്ല. ചില കാര്യങ്ങളൊക്കെ വ്യത്യാസം. അങ്ങനെ ശാന്തിയെ സമാധാനം അങ്ങയുടെ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. യോഗ്യതയോടുകൂടി പരിഗണന ചെയ്യുവാൻ അങ്ങയുടെ ദാസരക്ഷിതനാകണമേ. അങ്ങയുടെ കൃപാവരം സ്വന്തമായി ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനാകണമേ. അനുസരിച്ച് സഹോദരമായ മനസ്സോടും പൂർണ്ണമായ സംഭവത്തോടും കൂടെ ലോകത്തിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. നിയമവും തിരിച്ചപ്പെടുന്ന അനുസരിച്ച് സഹോദരമായ മനസ്സോടും പൂർണ്ണമായ സംഭവത്തോടും കൂടെ തോമസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വാക്കുകളിൽ സാക്ഷികളാണ്. നിങ്ങൾ നമ്മളുടെ ഓർമ്മ അടയാളമായി പരസ്പരം ജയിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലായിക്കോടും കൂടെ ജീവിതം നമ്മുടെ കഥാവിശ്വാസികളെ വാദത്തിന് കൽപ്പിക്കുമാറാവട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. സൗഭാഗ്യമേകാ യൗസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. യൗസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ
കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ. സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും. സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും. പാവനമാം സ്നേഹവേദിയിൽ തങ്ങളിലൊന്നായി തീർന്നതുപോലെ തുണയായി ഇണയായി സാക്ഷികളാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ.
will. You're the feeling in my soul. Every sunrise turns to gold. You're the reason I will never be alone. You are my home. There's a magic that we discovered underneath these clouds. There's a rhythm in every morning that we chase down, and we're on our way. Come what may, who knows what we're gonna find. There's a magic that we discovered, and we see it now. You're the feeling in my soul. Every sunrise turns to gold. You're the reason I will never be alone. Every moment that we spend, like a symphony begins. You're the reason I will never be alone. You are my Everything was an open canvas that we could fill. I still remember where we were standing, and I always will. You're the feeling in my soul. Every sunrise turns to gold. You're the reason I will never be alone. Every moment that we spend, like a firefly, open the night, alive and bright, chasing old shadows. Days grow longer and Good afternoon, everyone, and here comes our group, Navi and Bright Jesna. Everyone, please put your hands together to welcome the most gorgeous, handsome groom Navi, energetic, enthusiastic Jesna on the stage. എല്ലാവരും നല്ല കൈയ്യടി കൊടുത്തോണ്ട് രണ്ടുപേരും സ്റ്റേജിലേക്ക് invite ചെയ്യാം. There I see, I feel no sorrow. Jale, nikle, kuche
chasing all shadows. ചക്കര പെണ്ണിന് മധുരം വെക്കട്ടെ. ചക്കര പെണ്ണിന് മധുരം വെക്കട്ടെ. Like a firefly, open the night, alive and bright, chasing all shadows. Like a firefly, open the night, alive and bright, chasing all shadows. Fantasy gets closer, looking out on my rocket ship as I fly away, away. All the bad guys out of sight, got my army by my side. Faster than the speed of light, we fly away, away. From a constellation where I'm a superhero, like I'm in an life is full of color and beautiful people who make our world magical and light up. Beautiful people, they call it supernatural and light up. Stretched to the west, passing by a shooting star down to the earth. We are heroes of our time.
Who is better at creating funny nicknames for each other? ഇരട്ട പേര് കൊടുക്കാൻ ആരാ അടിപൊളി? അപ്പൊ ഇത്രയും നേരം ചോദിച്ച ക്വസ്റ്റ്യൻ രണ്ടുപേരും കറക്റ്റ് ആയിട്ടാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. നല്ല മനഃപൂർവ്വത്തോടെ തമ്മിൽ. സോ വേറെ who is better at planning thoughtful surprises? ആരാണ് ഏറ്റവും കൂടുതൽ സർപ്രൈസസ് നൽകാറ്? Who is a crybaby? ഏറ്റവും കൂടുതൽ Who is most likely to start a fight? അടിക്ക് തുടക്കം ഇടുന്ന ആരാണ്? Who is a better bathroom singer? ബാത്റൂമിൽ ഒരു അടിപൊളിയായിട്ട് പാട്ട് പാടുന്നത്. അത് മാത്രം ധരിച്ചു. Who is never ഒരിക്കലും തെറ്റ് പറ്റില്ല എന്ന് വാദിക്കുന്നത് ആരാണ്? Who has better style sense? ഏറ്റവും കൂടുതൽ ഫുൾ ടൈം ഇങ്ങനെ മിററിൽ തന്നെ എന്റെ ലുക്ക്, എന്റെ ഹെയർ, എന്റെ ഫേസ് എന്ന് പറഞ്ഞ ഫുൾ ടൈം സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാക്കാം. Summer suns, our fears at bay, we made our own way, no stopping us. We never knew the sky beyond the blue. We turned the page, our story became a world brand new. You and I, open wide, the future's on our side. We'll touch the stars, we'll follow our hearts into the light. Walk with me and we'll be all we need. Your hand in mine, our song undefined, our world alive. We
MBAക്ക് ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് അറിയുന്നതാണ്. പാവം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. പിന്നെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകാനുണ്ടെങ്കിൽ നമ്മളെ കൂടെ വരും, ബൈക്ക് എടുത്തിട്ട് വരും. പിന്നെ ഞാനും ഇത് അടുത്തടുത്ത പിന്നെ ആ ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു ബന്ധം, അത്രേ ഉള്ളൂ. പിന്നെ കൂടുതലൊന്നും പറയണ്ട. നവീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്നയുടെ ഒരു ലക്കാണ് നവീനെ പോലത്തെ നല്ലൊരു ചെക്കനെ കിട്ടുക എന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ റൂംമേറ്റ് ആയിരുന്നു ഒരു 2 മാസത്തോളം. ആ ഒരു ടൈമിലുള്ള എക്സ്പീരിയൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിടക്കുന്ന നേരം നല്ല ചവിട്ട് കിട്ടും. നവീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും സന്തോഷമായിട്ട് നമ്മളവിടെ ഒരു പോസിറ്റീവ് വൈബാണ്. ആക്ച്വലി നമ്മൾ എന്ത് സംസാരിച്ചാലും ഇപ്പോൾ പുള്ളി എല്ലാം ഒരു കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് നവീനെക്കുറിച്ച് ഓർക്കുമ്പോൾ തേപ്പുപെട്ടിയാണ്. തേക്കുന്നതല്ല കേട്ടോ, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അയൺ ബോക്സ് ഇല്ലായിരുന്നു ഹോസ്റ്റലിൽ. അതുകൊണ്ട് തന്നെ നവീൻ്റെ റൂമിലേക്കാണ് ഞങ്ങൾ രാവിലെ ഷർട്ട് എടുത്തിട്ട് ഓടും. എന്നിട്ട് ഒരേ തേച്ചിട്ട് കാരണം ഒരു തേപ്പുപെട്ടിയേ ഉള്ളൂ, അത് വെച്ച് തേച്ചിട്ട് അയൺ ബോക്സ് വെച്ച് തേച്ചിട്ട് തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും നല്ല ഓർമ്മയാണ്. അപ്പോൾ എന്താണെങ്കിലും നവീനൊരു നല്ലൊരു വൈബ്. കാരണം എപ്പോഴും ഓപ്പൺ മൈൻഡാണ് ആൾ. എപ്പോഴും നമുക്ക് എന്തുവാണെങ്കിലും സംസാരിക്കാം, അങ്ങനെ ഒരു മൈൻഡാണ്. അപ്പോൾ എന്താണെങ്കിലും നല്ല സന്തോഷമുണ്ട്. കാരണം ഇത്രയും അതെ എന്താണെങ്കിലും ആളൊരു ഹാപ്പിയാണ്. നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് എപ്പോഴും കിട്ടുന്നുണ്ട്. എൻ്റെ അക്കൗണ്ടൻസി ആൻസേഴ്സ് അടിച്ചു വച്ചിട്ടാണ് അവൻ എക്സാം പാസ്സായത്. ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നെ നവീനെ പരിചയപ്പെട്ടപ്പം തന്നെ നവീൻ ജസ്നയുടെ കാര്യം പറഞ്ഞിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഒരു ഓർമ്മ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ 1.25 വർഷം ഓൺലൈൻ ക്ലാസ് ഉണ്ടായിട്ട് 3-4 മാസം നമുക്ക് പോണ്ടിച്ചേരി പോകേണ്ടി വന്നിട്ടുള്ളൂ. ആ 3-4 മാസം കഴിഞ്ഞിട്ടുള്ള ഫെയർവെല്ലിന് 2-3 ആഴ്ച മുന്നേ അവൻ നാട് വിട്ടു ജസ്നനെ കാണാൻ വേണ്ടിയിട്ട്. ആ ഡെഡിക്കേഷൻ ആലോചിക്കണം. ബട്ട് സന്തോഷമുണ്ട്, രണ്ടുപേരും അവസാനം ഒരുമിച്ചു. ഓക്കെ, ഞാൻ ഭയങ്കര ഏറ്റവും എൻഡിലേക്ക് ലാസ്റ്റ് ഒരു 1 മന്താണ് നവീനായിട്ട് ഇത്രയും ക്ലോസ് ആയത്. ആൻഡ് ഇപ്പോൾ എല്ലാ കാര്യവും ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. ഞാൻ ഒരാളെ പറ്റി പോലും കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നവീൻ, ഞാൻ കേൾക്കാത്താണോ എന്നറിയില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഭയങ്കര എക്സാക്ട്ലി, അത് നവീനെ പറ്റിയും കുറ്റം പറയില്ല. ലൈക്ക് അത്ര എന്ത് കാര്യം ഉണ്ടെങ്കിലും അവനത് പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. ലൈക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കണ്ട് പറഞ്ഞു തരും നമുക്ക്. സോ എന്നെ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ആം വെരി ഹാപ്പി ഫോർ ഹിം. ഹാപ്പി മാരീഡ് ലൈഫ്. കുറച്ച് വിഷമമുണ്ട് നവീൻ കല്യാണം കഴിച്ചു. അതെ നല്ല വിഷമമുണ്ട്. ആക്ച്വലി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാനും നവീനായിരിക്കും ഈവനിങ് തൊട്ട് നൈറ്റ് ഒരു 12 വരെ ഒരുമിച്ചുണ്ടാകുന്നത്. ബാക്കി എല്ലാവരും ബിസി ആയിരിക്കും. അപ്പോൾ നമ്മളായിരിക്കും ഒരുമിച്ചുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കഥ പറഞ്ഞ് ഹോസ്റ്റലിൻ്റെ മുകളിലിരുന്ന് കഥ പറയുന്നത്. നവീൻ ഒരുപാട് സ്റ്റോറി കേട്ടിട്ടുണ്ട്. അവിടെ കിടക്കുന്ന മൊറയൂർ തൊട്ട് കൊച്ചി തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ എന്താ പറയുക, വെരി ഹാപ്പി അറ്റ് ദിസ് മൊമെൻറ്റ്. ലൈക്ക് അതന്നെ, ഹാപ്പി മാരീഡ് ലൈഫ് നവീൻ. അപ്പോൾ നവീനായിട്ട് എൻ്റെ ബന്ധം എന്ന് വെച്ചാൽ ഞാനും അവനും ഒരേ റൂമിലാണ് ഉണ്ടായത്. നമ്മൾ രണ്ടാളും സ്റ്റാർട്ടിങ് തൊട്ട് റൂംമേറ്റ്സ് ആണ്. ജസ്നേനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഞാൻ ഇവനെ ആദ്യമായിട്ടാണ് ഒരുമിച്ചാണ്. രണ്ടാളും ഒരുമിച്ചാണ് നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറുമ്പോൾ രണ്ടാളും ഒരുമിച്ചാണ് ഉണ്ടായത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ജസ്നേനെ കാണുന്നത്, ഇവനെ കാണുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ കഥകളും ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക, സിനിമ കാണുന്ന അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോന്നായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പിന്നെന്താ, ഞാൻ ഇവനും കൂടിയിട്ടാണ് ഇവൻ പറഞ്ഞ പോലെ ബൈക്കുകളിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ കറക്കം മൊത്തം ഒരുമിച്ചാണ്. എൻ്റെ വണ്ടി അവനെടുക്കും, അവൻ്റെ വണ്ടി ഞാനെടുക്കും. എൻ്റെ വണ്ടി അവൻ കൊണ്ടുപോയി അടിക്കും, ഞാൻ അവൻ്റെ വണ്ടി കൊണ്ടുപോയി അടിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയത്. അങ്ങനെ യൂണിവേഴ്സിറ്റി ലൈഫിൽ അങ്ങനെയൊക്കെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും രണ്ടാളും ഒന്നിച്ചു. രണ്ടാൾക്കും വിഷിങ് എ ഹാപ്പി മാരീഡ് ലൈഫ്. സോ ഇവർ പറഞ്ഞ പോലെ തന്നെ പോണ്ടിച്ചേരി പോയപ്പോൾ കിട്ടിയൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് നവീൻ. എന്ത് കാര്യത്തിനും. അതെ ഇത് ഷെഫി പറഞ്ഞ പോലെ മോസ്റ്റ് ഓഫ് ദ ടൈം ബിസി ആയിരുന്നു. സോ പക്ഷെ എന്തിനും എവിടെ പോകാനാണെങ്കിലും അവനെ ഒരു തവണ ഞാൻ പോസ്റ്റാക്കിയിട്ട് വേറെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്, വേറെ പല ആവശ്യങ്ങൾക്കും വേണ്ടി. പക്ഷെ എന്നാലും ഒരു പരിഭവം ഇല്ലാതെ പുറകെ മാറിയിരിക്കുന്ന ആ സംശയം. പക്ഷെ ഒരു പരിഭവം കാണിക്കാതെ എന്തിനും ഏതിനും കട്ട സപ്പോർട്ടും ഒക്കെ ആയിരുന്നു. ഇപ്പോഴും ആ ബന്ധം നിലനിന്നുകൊണ്ട്. അപ്പോൾ ജസ്റ്റിനെ കല്യാണം കഴിച്ചതിലും ഇപ്പോൾ അവരൊരുമിച്ച് ജീവിക്കാൻ പോകുന്ന എല്ലാവിധ
മംഗളാശംസകൾ നേരുന്നു. ഹാപ്പി മാരീഡ് ലൈഫ്. ഞാനെന്നാ പറയാ, നിങ്ങൾ ഇന്ന് എന്നെ കുറിച്ചല്ല പറയണ്ടേ. പിന്നല്ലേ എന്ന് വെച്ചാൽ ഞാൻ പോണ്ടിച്ചേരി പോയിട്ട് കുറച്ച് അത്യാവശ്യം എന്നാ പറയുക ഒരു നല്ലൊരു കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഈ ഇരിക്കുന്നവർ, വട്ടത്തിലിരിക്കുന്നവരൊക്കെ. കാരണം വെച്ചാൽ അവിടെ ഒരു 3 മാസമേ ഡയറക്റ്റ്ലി ഇവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിലിപ്പോൾ ഷെഫിനാണേലും ആദ്യമാണേലും നിഖിലയാണേലും അശ്വിനാണേലും സൽമാനാണേലും എല്ലാവരും പേരെടുത്ത് പറയണ്ടല്ലോ. ഇവരൊക്കെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം ക്ലോസ് ആയിട്ടിരിക്കാൻ തോന്നുന്നവരും ഒരു കമ്പനി ആയിട്ടിരിക്കാൻ തോന്നും. അപ്പം അവരെല്ലാവരും വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും താങ്ക് യു.